അതുല്യ സുഹൃത്തിനയച്ച ഒരു ശബ്ദ സന്ദേശമുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടുവരാം. ഒരവസരവും കൂടെ നീ എനിക്ക് അവസാനമായിട്ട് ഞാൻ ചാവുന്നിടം വരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തീരത്തേ ഉള്ളു, എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുക, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് കുറേ. അന്നേരം ഒന്നും ഞാൻ ഭയങ്കര എതിർത്തായിരുന്നു സംസാരിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട, എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇതണക്ക് അച്ഛനും അപ്പച്ചിയും കൊച്ചനും അവരെല്ലാവരും വിളിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ അത് നിൻ്റെ തലയും കൊണ്ട് പോവും. പിന്നെ അയാളുടെ കൂട്ടുകാരനൊരു ഹരിയെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി ഇത്രയൊക്കെ അയാൾ പഠിച്ചുകൊണ്ട് ഇനി ഒരു തെറ്റയാൾ ചെയ്യത്തില്ല, ഒരവസരം കൂടെ ചേച്ചി കൊടുക്ക്, ഒരു പ്രൊഫഷൻ പീരീഡ് പോലെ നോക്ക്, പറ്റത്തില്ലെങ്കിൽ മാത്രം വേണ്ടാന്ന് വെക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും അമ്മയും അച്ഛനും എല്ലായിടത്തും ഇയാൾ വിളിച്ച് സംസാരിച്ച്, കാല് പിടിച്ച് സംസാരിച്ച്. അങ്ങനെ പിന്നെ ഞാനും ഇവരെല്ലാവരും അപ്പച്ചിയോ കൊച്ചനും എല്ലാവരും പറഞ്ഞ് മോളെ ഒരു വട്ടവും കൂടെ നീ ഇപ്പം എന്തായാലും ഗൾഫിൽ നിൽക്കുമല്ലേ, നീ ഇപ്പം എന്തായാലും കുറച്ച് നാൾ നീ എന്തായാലും 1 മാസമല്ലേ അവൻ അഭിനയിക്കത്തുള്ളൂ, നീ ഒന്ന് ശ്രമിച്ച് നോക്ക്, മാറ്റമില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത്. അമ്മ മാത്രമേ ഉള്ളായിരുന്നു എതിര്. അങ്ങനെ പിന്നെ എന്തായാലും അയാളുടെ കൂടാണ് ഞാനിപ്പം. കുഴപ്പമൊന്നുമില്ലടി, ഇപ്പം ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പം പഴയ ഒരു മുരട്ട് സ്വഭാവം ഒന്നുമില്ല. എനിക്ക് നിന്നോട് ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നീ ഉറയത്തില്ല എൻ്റെ അടുത്ത്, കാരണം നിനക്ക് സിറ്റുവേഷൻ അറിയാലോ എൻ്റെ.